ഹായ്. അപ്പം മിസ് ഇന്ന് വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്കറിയാം ഇപ്പോൾ എക്സാം ടൈം ആയി. സോ ഡെഫിനറ്റ്ലി നമുക്ക് അക്കൗണ്ടൻസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതും വെറും ക്വസ്റ്റ്യൻസ് അല്ല, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഒരു 10 വർഷത്തിൽ നിന്ന് 1 മാർക്കിന് ചാപ്റ്റർ 6, അതായത് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്ത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് സ്കോർ ഇടുക. ഓക്കെ, 10 ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 10ൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റി എന്നുള്ളത് ഡു കമൻറ്റ് ബിലോ. ഓക്കെ, മറക്കരുത് അത്. അപ്പം നിങ്ങൾക്ക് തന്നെ ഒന്ന് അസസ് ചെയ്യാനാണ് ഓക്കെ ഇത്രയും കറക്റ്റായിട്ട് പറ്റിയത്, അപ്പോൾ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്, അപ്പോൾ അതൊന്നുകൂടെ ഒക്കെ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ തുടങ്ങാൻ പോവാണ്. ഞാൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഉത്തരം പറയാൻ നോക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കറക്റ്റായിട്ട് എൻ്റെ സ്കോറും കൂടെ സൈഡിൽ എഴുതിയിട്ട് ലാസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെന്റ് പെയ്ഡ് ₹4,500 വാസ് എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് ബുക്ക് ആസ് 400. ദിസ് ഇസ് ആൻ എറർ ഓഫ്. ഓക്കെ, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ തന്നെ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്? 4,500 എന്ന് എഴുതുന്നതിന് പകരം നമുക്കാണെങ്കിലും വരുന്ന മിസ്റ്റേക്ക് അല്ലേ 400 എന്നുള്ള രീതിയിൽ എഴുതി. ഇതേത് ടൈപ്പ് ഓഫ് എറർ ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണോ, ഒമിഷൻ ആണോ, കമ്മീഷൻ ആണോ, കോമ്പൻസേറ്റിംഗ് എറർ ആണോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആൻസർ നിങ്ങൾ ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയാം. ഞാൻ ആൻസർ കാണിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കറക്റ്റ് ഉത്തരം എന്ന് പറഞ്ഞാൽ എറർ ഓഫ് കമ്മീഷൻ ആണ്. ഓക്കെ, എന്തെങ്കിലും നമ്മൾ എഴുതുന്ന എമൗണ്ടിൽ വരുന്ന വ്യത്യാസമോ, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസമോ, അല്ലെങ്കിൽ എടുത്തെഴുതുന്ന വരുന്ന വ്യത്യാസമോ, ഇതെല്ലാം എന്ത് എറർ ആയിരിക്കും? എറർ ഓഫ് കമ്മീഷൻ ആയിരിക്കും. നിങ്ങൾ ബാക്കിയുള്ള നോക്കിയാൽ അറിയാം. എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിളിൽ വരും മിസ്റ്റേക്കാണ്. ഒമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാൻ വിട്ടുപോയി എന്നുള്ളതാണ്. അതേപോലെ കോമ്പൻസേറ്റ് എറർ എന്ന് പറഞ്ഞാൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പൻസേറ്റ് ചെയ്യുന്ന സംഭവമാണെന്നുള്ളതാണ്. സോ ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരുന്ന എറർ ഓഫ് കമ്മീഷനാണ്. കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതും എറർ ഓഫ് കമ്മീഷൻ എന്നുള്ള പല രീതിയിലാണ്. സോ അത് മറക്കരുത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. പ്രിപ്പയർ ചെയ്തിരിക്കുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് മാർക്ക് ചെയ്ത് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇനി ഒരു 50 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് to test the arithmetical accuracy of the books of accounts. ഓക്കെ, അപ്പം ട്രയൽ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, അരിത്തമെറ്റിക്കൽ അക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ കണ്ണും പൂട്ടി നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കാണുമായിരിക്കും. ബട്ട് എനിവേ ഇതിന്റെ കറക്റ്റ് ഉത്തരം എന്താണ് വരുന്നത്? യെസ്, ട്രയൽ ബാലൻസ് ആണ്. അരിത്തമെറ്റിക്കൽ അക്യുറസി അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി നമ്മൾ ചെയ്തേക്കുന്ന കറക്റ്റ് ആണോ, കൂട്ടിയതും കുറച്ചതും ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇത് ബുക്കല്ല, അക്കൗണ്ട് അല്ല, ആലോചിച്ചോണം. ഇതെന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രയൽ ബാലൻസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇതെന്തായാലും കറക്റ്റ് ആയിട്ട് വരാൻ ചാൻസ്. അരിത്തമെറ്റിക്കൽ അക്യുറസി എന്നുള്ള ടേം നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചോ, സ്ഥിരം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അരിത്തമെറ്റിക്കൽ അക്യുറസി പറയുമ്പോഴേ ആലോചിച്ചോണം എന്താണ്? ട്രയൽ ബാലൻസ് ആണ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഓക്കെ, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഇസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്? ഓക്കെ, ഏറ്റവും കൂടുതൽ തവണ ട്രയൽ ബാലൻസിൽ നിന്ന് അല്ലെങ്കിൽ 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു തിയറി, മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു തിയറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രയൽ ബാലൻസിന്റെ ഒബ്ജക്റ്റീവ്സ് എഴുതാന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിൽ നിന്ന് ആ ഒബ്ജക്റ്റീവ്സ് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഇസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ട്രയൽ ബാലൻസ്. അതാണ് മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ്. എന്താണ് ഇവിടെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. മിക്ക ആൾക്കാർക്കും എനിക്ക് തോന്നുന്ന ഒരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ള സംഭവമാണ് എന്ത്, ഈ പറഞ്ഞ പോലെ നമ്മൾ ഒബ്ജക്റ്റീവ് എന്നുള്ള രീതിയിൽ ചെയ്യുമായിരിക്കും. പക്ഷെ ആക്ച്വലി എന്താണ് വരുന്നത്? ഒബ്ജക്റ്റീവ് അല്ലാത്ത ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ഉത്തരം പറഞ്ഞു കാണും, നിങ്ങൾ ഉത്തരം ആലോചിച്ച് കാണും എന്നറിയാം. എന്തായാലും ഞാൻ ഉത്തരം കാണിക്കാൻ പോവാണ്. ഇതിന്റെ ഉത്തരം വരുന്നത് to know the financial position of the business. B എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യുന്നത്? ആക്ച്വലി അപ്പോഴേ ആലോചിച്ചാൽ മതി, എന്താണ്? ബാലൻസ് ഷീറ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി. ബാക്കിയുള്ള നോക്കാം. അരിത്തമെറ്റിക്കൽ അക്യുറസി അറിയാൻ ഡെഫിനറ്റ്ലി ട്രയൽ ബാലൻസ് ആണ്. അതേപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്? ട്രയൽ ബാലൻസ്. കാരണം എന്താ? ജേർണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഇങ്ങനെയാണ് എൻ്റെ ഓർഡർ പോകുന്നത്. ഹെൽപ്സ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. എറേഴ്സ് എന്നുള്ളത് നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം, ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് തന്നെയാണ് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണ്? ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാമെന്നുള്ളതാണ്. ട്രയൽ ബാലൻസ് വെച്ചിട്ട് നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പറ്റത്തില്ല. എന്ത് വെച്ചിട്ട് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പറ്റത്തുള്ളൂ? ബാലൻസ് ഷീറ്റ് വെച്ചിട്ടേ അറിയാൻ പറ്റത്തുള്ളൂ. കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ചോണം, മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. യെസ്, വാട്ട് വിൽ ബി ദ എഫക്ട് ഓൺ ദി ട്രയൽ ബാലൻസ് ഇഫ്
500 is received as interest and correctly entered in the cash book but posted to the debit side of interest account. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് കിട്ടി കഴിയുമ്പോൾ ജേർണൽ എൻട്രി എന്താ ക്യാഷ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെയായിരിക്കും ക്യാഷ് കാണിക്കുന്നത്? ബൈ ക്യാഷ് അക്കൗണ്ട് 500 എന്നും പറഞ്ഞായിരിക്കും ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട്. നമ്മൾ ജേർണൽ എൻട്രി എഴുതി ലെജർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ എന്ത് ചെയ്ത് വെച്ചു എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇവിടെ ബട്ട് പോസ്റ്റഡ് ടു ദ ഡെബിറ്റ് സൈഡ് ഓഫ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ടു ക്യാഷ് എന്നും പറഞ്ഞു. ശരി, ബൈ ക്യാഷ് ആണ് കറക്റ്റ്, പക്ഷേ ടു ക്യാഷ് എന്നും പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചെന്നാണ് പറയുന്നത്. അത് റോങ് ആണ്. ആ റോങ് സാധനം നമുക്ക് കറക്റ്റ് ചെയ്യണം. അത് നമ്മൾ എങ്ങനെയായിരിക്കും കറക്റ്റ് ചെയ്യുന്നത്? ടു ക്യാഷ് 500 അവിടെ വെറുതെ ഒരു ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഡെബിറ്റ് നമുക്ക് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ബൈ ക്യാഷ് 500 എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും അത് ക്യാൻസൽ ആയി പോകും. ഓക്കെ, പക്ഷെ അത്ര മാത്രമാണോ? അല്ല, നമുക്ക് വീണ്ടും ഈ 500 റുപ്പീസ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അതുകൊണ്ട് നമ്മൾ വീണ്ടും ബൈ ക്യാഷ് 500 എന്നും പറഞ്ഞ് കാണിക്കും. അതിൻ്റെ അർത്ഥം ഇൻട്രസ്റ്റ് റിസീവ്ഡ് 1000 കൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട് 1000 കൊണ്ട് ക്രെഡിറ്റ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ആ എറർ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം നമ്മൾ 500 കൊണ്ട് ക്രെഡിറ്റ് ചെയ്ത് എന്തിനാ? വെറുതെ ആ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ക്യാൻസൽ ആക്കാൻ വേണ്ടി ആദ്യം അത് ചെയ്തു, അപ്പോഴത്തേക്ക് അത് ക്യാൻസൽ ആയിപ്പോയി. രണ്ടാമത് വീണ്ടും നമ്മൾ 500 കൊണ്ട് ചെയ്ത് എന്താണ്? നമുക്ക് അവിടെ 500 കാണിക്കണം. ഓക്കെ, നമ്മളവിടെ കാണിച്ചിട്ടില്ല, മറ്റേ ക്യാൻസൽ ആയി പോയതേ ഉള്ളൂ, 0 ആയതേ ഉള്ളൂ. 500 അവിടെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ നമ്മൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും 500 കൊണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും വരുന്നത്? ഇവിടെ എഫക്ട് ചെയ്യും, ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്? ക്രെഡിറ്റ് സൈഡിൽ ആ 1000 എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഉത്തരം വരുന്നത്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് വരയ്ക്കേം കാര്യമൊന്നും വേണ്ട, പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാണ്. ഓക്കെ, നിങ്ങൾക്കും ഇത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വരച്ച് നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സംഭവം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ എഴുതാൻ എഫക്ട് ചെയ്യുന്നത്, ട്രയൽ ബാലൻസിനെ എങ്ങനെ അത് എഫക്ട് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ ട്രയൽ ബാലൻസ് അഗ്രി ആവത്തില്ല. ആൻഡ് ഇത് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട് 1000 കൊണ്ട് ക്രെഡിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചോണം. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. നെയിംഡ് അക്കൗണ്ട് വിച്ച് ഇസ് ടെമ്പററിലി ഓപ്പൺ ടു അഗ്രി ദ ട്രയൽ ബാലൻസ് ആർട്ടിഫിഷ്യലി. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ്? ട്രയൽ ബാലൻസ് അഗ്രി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അഗ്രി ചെയ്യാൻ വേണ്ടി ടെമ്പററി ആയിട്ട് നമ്മൾ തുറക്കുന്ന ഏത് അക്കൗണ്ട് ആണെന്നുള്ളതാണ്. ഏതാണ് അക്കൗണ്ട്? നിങ്ങൾ ഇപ്പം തന്നെ അത് കാണുമ്പോൾ തന്നെ പഠിച്ചു കാണുമായിരിക്കും. ഡെഫിനറ്റ്ലി എന്താണ് എൻ്റെ ഉത്തരം വരുന്നത്? സി, സസ്പെൻസ് അക്കൗണ്ട് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഉത്തരം പെട്ടെന്ന് ആലോചിക്കുക. These type of errors affect the agreement of trial balance. 4 ടൈപ്പ് ഓഫ് എറർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏത് ടൈപ്പ് ഓഫ് എറർ ആണ് ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ എഫക്ട് ചെയ്യത്തില്ല, എറർ ഓഫ് പ്രിൻസിപ്പിൾ എഫക്ട് ചെയ്യത്തില്ല, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എഫക്ട് ചെയ്യത്തില്ല. പിന്നെ എന്താണ് എഫക്ട് ചെയ്യുന്നത്? എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ ഉത്തരം വരുന്നത് എന്താണ്? എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ. ഇത് കറക്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായെന്ന് തോന്നുന്നു. മാർക്ക് സ്കോർ സൈഡിൽ എഴുതി വെക്കുക, മറന്നു പോകരുത്. ലാസ്റ്റ് അത് ഡു കമന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ട്രയൽ ബാലൻസസ്. ഓക്കെ, ഇത് മിക്ക ആൾക്കാർക്കും മിസ്റ്റേക്ക് വരുന്നതാണ്. അക്കൗണ്ട് ആണോ, പ്രിൻസിപ്പൽ ബുക്ക് ആണോ, സബ്സിഡിയറി ബുക്ക് ആണോ, സ്റ്റേറ്റ്മെന്റ് ആണോ? ഓക്കെ, അതിന്റെ ഉത്തരം വരുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം മറന്നു പോകരുത്, ട്രയൽ ബാലൻസ് ഒരു അക്കൗണ്ട് അല്ല, ബുക്കല്ല, ഒന്നുമല്ല. ഇതെന്താണ്? ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോങ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട് ഇസ്. ഓക്കെ, ഇത് ഞാൻ കുറേ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായിരിക്കും വരുന്നത്? എറർ ഓഫ് കമ്മീഷൻ ആണോ, ഒമിഷൻ ആണോ, പ്രിൻസിപ്പിൾ ആണോ, കോമ്പൻസേറ്റിംഗ് എറർ ആണോ? നിങ്ങളിപ്പോൾ എൻ്റെ ഉത്തരം പറഞ്ഞു കാണും, എനിക്കറിയാം. ഞാൻ ഉത്തരം കാണിക്കാൻ പോവാണ്. റോങ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട് വരുന്നത് ഏതാണ്? യെസ്, എറർ ഓഫ് കമ്മീഷൻ ആണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എഴുതുന്ന എമൗണ്ടിൽ വരുന്ന മിസ്റ്റേക്കോ ബാലൻസിങ്ങിൽ വരുന്ന മിസ്റ്റേക്കോ ഇതെല്ലാം എന്താണ് വരുന്നത്? എറർ ഓഫ് കമ്മീഷൻ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡാഷ് ഇസ് ആൻ common base for preparing a trial balance. ഓക്കെ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള കോമൺ ബേസ് ഏതാണെന്നുള്ളതാണ്. ഞാൻ താഴെ തന്നെ ഒന്ന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ജസ്റ്റ് നിങ്ങളൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ വേണ്ടി എന്നുള്ള രീതിയിൽ വലിയൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ കൊടുത്തിരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് വരുന്നത്? ലെഡ്ജർ അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ അത് മറന്നു പോകരുത്. ആദ്യം എന്താണ് വരുന്നത്? ജേണൽ, ലെഡ്ജർ, അത് വെച്ചിട്ടാണ് നമ്മുടെ ട്രയൽ ബാലൻസ് വരുന്നത്. ആൻഡ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഈ ഒരു ഓർഡർ മറന്നു പോകരുത്, കൃത്യമായിട്ട് ഓർത്തു വെക്കുക ഈ ഓർഡറും. ഓക്കെ, ലെഡ്ജർ അക്കൗണ്ട്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, യെസ്, ലെഡ്ജർ.
അടുത്ത നോക്കാം. ഇൻസ്റ്റെഡ് ഓഫ് ഡെബിറ്റിംഗ് ബിനോയ്സ് അക്കൗണ്ട് ഹിസ് അക്കൗണ്ട് വാസ് ക്രെഡിറ്റഡ് ബൈ 500. ഓക്കെ, ടു റെക്ടിഫൈ ഇറ്റ് ഹിസ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് വിത്ത്. ഓക്കെ, നേരത്തെ കണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ്റെ വേറൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വീണ്ടും പറയുന്നു, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങളിത് പാടാന്നും പറഞ്ഞ് വിടരുത്. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? ബിനോയ്സ് അക്കൗണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, എന്തോ അക്കൗണ്ടും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല, എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ബിനോയുടെ അക്കൗണ്ട് അങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ഡെബിറ്റ് ചെയ്യണമായിരുന്നു ബിനോയുടെ അക്കൗണ്ട്. ഓക്കെ, ഇതാണ് ഡെബിറ്റ് സൈഡ്, ഇതാണ് ക്രെഡിറ്റ് സൈഡ്. എത്ര കൊണ്ട് ഡെബിറ്റ് ചെയ്യണമായിരുന്നു? 500 കൊണ്ടായിരുന്നു ഡെബിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇസ് അക്കൗണ്ട് വാസ് ക്രെഡിറ്റഡ് ബൈ 500. അതിന് പകരം നമ്മൾ ക്രെഡിറ്റ് 500 ചെയ്തു. ഓക്കെ, ഇത് റെക്ടിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഇവിടെ എന്താണ് സംഭവിച്ചത്? നമുക്ക് കറക്റ്റ് ഉള്ളതങ്ങ് മാറ്റാം. ഓക്കെ, ആക്ച്വലി ഇത് ഡെബിറ്റ് സൈഡിലായിരുന്നു വരുന്നത്, പക്ഷെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് ഇല്ലാണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, 500 കൊണ്ട് ഡെബിറ്റ് ചെയ്തു, അതുകൊണ്ട് അവിടെ നിർത്താൻ പറ്റുമോ? ഇല്ല, 500 ക്യാൻസൽ ആയതേ ഉള്ളൂ. ഇപ്പോൾ 0 ആയതേ ഉള്ളൂ ബിനോയുടെ അക്കൗണ്ട്. നമുക്ക് എന്താ വേണ്ടത്? ബിനോയുടെ അക്കൗണ്ടിൽ 500 ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടെ 500 എഴുതണം. അപ്പോൾ എന്താണ്? ആദ്യത്തെ 500 ക്യാൻസലായി, രണ്ടാമത്തെ 500 നമ്മൾ കാണിക്കുകയാണ് ബിനോയുടെ അക്കൗണ്ട് 500 കൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഉത്തരം എന്താണ് വരുന്നത്? ഇസ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് വിത്ത് എത്ര കൊണ്ടാണ്? 1000 കൊണ്ട്. ഓക്കെ, അപ്പം ആൻസർ വരുന്നത് C, 1000 ആണ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും എന്തായാലും. പ്ലീസ് 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 നിങ്ങൾക്ക് പാടാന്നും പറഞ്ഞ് നിങ്ങൾ വിടരുത്, പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത്തിരി ടഫായിട്ടുള്ളതും ഉണ്ടായിരുന്നു, ഇത്തിരി സിമ്പിൾ ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് മാർക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. ഇത് ഇനി മറന്നു പോകരുത്, അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എത്ര ആണോ സ്കോർ കിട്ടിയത്, 10ൽ എത്ര സ്കോർ കിട്ടി എന്നുള്ളത് ഡു കമൻറ്റ് ബിലോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ അടിപൊളി PYQ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.